ഓക്കെ, മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനിലെ പുട്ട് സൈഡ് ഓപ്പൺ ചെയ്തിട്ട്, അപ്പം ഇൻ ദ മണിയിൽ 24,800 31 ജൂലൈയിൽ എക്സ്പയറി വരുന്നത് ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കാം. ഇവിടെ സ്കാൽപ്പിങ്ങിനായിട്ട് 3 മിനിറ്റ് ക്യാൻഡിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പാറ്റേൺ ഹെയ്ക്കിനാഷിയാണ് കാണിച്ചിരിക്കുന്നത്. ഹെയ്ക്കിനാഷി ക്യാൻഡിൽ സ്റ്റിക്കാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള മെയിനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് കാണിക്കാം. മെയിൻ ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററാണ് വി വാപ്പ് ബേസിലാണ് നമ്മൾ ഈ സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യുന്നത്. ഈ പിങ്ക് കളറിൽ ഈ കാണുന്ന ഇതാണ് വി വാപ്പ്. ഈ ബ്ലൂ കളറിൽ പോയിരിക്കുന്നത് മൂവിങ് അവർ, 9 ഡേയ്സ് മൂവിങ് അവറാണ്. 9 ഡേയ്സ് മൂവിങ് അവർ. ഈ വൈറ്റ് കളറിൽ പോയിരിക്കുന്നത് 200 ഡേ മൂവിങ് ആവറേജ് ആണ്. ഈ ലൈൻസ് സപ്പോർട്ട് 1, ഇത് സെൻട്രൽ പിവറ്റ്, ഇത് റെസിസ്റ്റൻസ് 1, റെസിസ്റ്റൻസ് 2, അങ്ങനെയാണ്. നമ്മളുടെ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് വി വാപ്പിന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയും RSI 50 ക്രോസ് ചെയ്യുകയും MACD സെൻട്രൽ പോയിൻറ്റിനോട് ചേർന്നോ സമീപത്തായിട്ടോ ക്രോസിംഗ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് എൻട്രി ആയിട്ട് കണക്കാക്കാം. ഇവിടെ വി വാപ്പിന് മുകളിലായിട്ട് ഈ ഭാഗത്ത് ക്ലോസിംഗ് വരുന്നുണ്ട്. എന്നാൽ RSI ക്രോസിംഗ് അല്ല, RSI 50 എബോ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇവിടെ ഉള്ളത്. MACD ഈ ഏരിയയിൽ സെൻട്രൽ പോയിൻറ്റിനോട് ചേർന്ന് ക്രോസിംഗ് കാണുന്നില്ല, അതും അതിന് മുകളിലായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നമ്മളുടെ റൂൾ പ്രകാരം നമുക്ക് ഈ ഭാഗത്ത് വി വാപ്പിന് മുകളിലായിട്ട് ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും RSI പ്രകാരമോ MACD പ്രകാരമോ റൈറ്റ് എൻട്രി കിട്ടുന്നില്ല. നമ്മുടെ റൂൾ പ്രകാരം ഇവിടെ നമുക്ക് എൻട്രി ഇല്ല. എന്നാൽ വി വാപ്പിന് മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുകയും മൂവിങ് ആവറേജ് സപ്പോർട്ടായിട്ട് എടുക്കുകയും ടുഡേസ് ഹൈ ആയ ഈ പോയിൻ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ടുഡേസ് ഹൈയും റെസിസ്റ്റൻസും ഏകദേശം ഒരേ പോയിൻ്റ് വരുന്നു. അത് എൻട്രി ആയിട്ട് എടുക്കുകയും അതിന് തൊട്ട് താഴെയുള്ള ഈ പോയിൻ്റുകൾ സപ്പോർട്ടായിട്ട് കണക്കാക്കി അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എൻട്രി എടുക്കുന്നവർക്ക് നല്ലൊരു മൂവ്മെൻറ്റ്. അങ്ങനെ ഒരു എൻട്രി എടുക്കുന്നവർക്ക് നെക്സ്റ്റ് സപ്പോർട്ടായ R3 ഈ പോയിൻ്റ് തൊട്ട് താഴെയായിട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഇന്നേ ദിവസം നമ്മളുടെ സ്ട്രാറ്റജി റൂൾ പ്രകാരം മറ്റൊരു എൻട്രിയും ഇല്ല. ഇനി നമുക്ക് നിഫ്റ്റിയുടെ തന്നെ കോൾ സൈഡിലേക്ക് നോക്കാം. ഇന്ന് ഡൗൺ ട്രെൻഡാണ്, അതുകൊണ്ട് തന്നെ കോൾ സൈഡിൽ അപ്പ് സൈഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കോൾ സൈഡിലും രാവിലെ തന്നെ ക്ലോസിംഗ് ടൈം വരെ ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ്. അത് ഒരിക്കൽ പോലും വി വാപ്പ് ക്രോസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ സൈഡിലും നമുക്കിന്ന് ട്രേഡ് എടുക്കാൻ സാധ്യമല്ല. ഓക്കെ, സ്ക്രീനിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്, ഡെയിലി ചാർട്ട്. ബാങ്ക് നിഫ്റ്റി ഓപ്പണിംഗ് ടൈം ശ്രദ്ധിച്ചാൽ സെൻട്രൽ പിവറ്റ് പോയിനും 200 ഡേ മൂവിങ് ആവറേജിനും ചേർന്ന് ഡൗൺ സൈഡ് മൂവ്മെൻറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നല്ലൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ S1 സപ്പോർട്ട് 1ഉം സപ്പോർട്ട് 2ഉം ബ്രേക്ക് ചെയ്ത് നല്ലൊരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കപ്പോൾ അതിൻ്റെ പി സൈഡ് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ 56,500 പി സൈഡ് ആണ് ഇന്നത്തെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ ചാർട്ടിൽ കാണുന്ന പി സൈഡാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം 90% ആക്യുറേറ്റായിട്ട് വന്നിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാനകത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ്ങിൽ പറയുന്നൊരു ഗോൾഡൻ ക്രോസിംഗ് എന്ന് പറയാവുന്ന പോലെ
ഒരു ക്രോസിംഗ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. VWAP 9 days മൂവിങ് ആവറേജ്, പിവറ്റ് പോയിൻ്റ് 200 day മൂവിങ് ആവറേജ്, ഇത് എല്ലാം റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ട് സപ്പോർട്ടായിട്ട് എടുത്തിട്ട് അപ്സൈഡ് മൂവ്മെൻ്റാണ് കാണുന്നത്. RSI 50 എബോ പോകുന്നുണ്ട്, MACD ക്രോസിംഗ് ഉണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഒരു എൻട്രി എടുക്കുന്ന ആൾക്ക്, ഈ പോയിന്റിൽ എൻട്രി എടുക്കുന്നയാൾക്ക് R1 ടാർഗറ്റ് സെറ്റ് ചെയ്താൽ 30 പോയിൻറ്റോളം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഏരിയ ഇത്രയും 30 പോയിൻറ്റോളം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് കോൾ സൈഡ് നോക്കേണ്ടതില്ല. കോൾ സൈഡിൽ എന്തായാലും എൻട്രി കാണില്ല. ഓക്കെ, ഗുഡ് ബൈ.